വീണ്ടും വാർത്തകളിലേക്ക്. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം പെരിഞ്ഞനം കൊറ്റംകുളത്തിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുത്തു. ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷിക്ക് വളരെയേറെ അനുയോജ്യമാണ്, പക്ഷെ അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യോത്പാദനം, ഉൾനാടൻ പ്രദേശങ്ങളിലെ മത്സ്യോത്പാദനം 1.5 ലക്ഷം ടണ്ണാണ് ഇപ്പോൾ ഉള്ളത്. അത് 2.5 ലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും നടത്തുകയാണ്. മത്സ്യസമൃദ്ധി എന്നുള്ള പേരിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യ കൃഷി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, മത്സ്യമേഖലയുടെ സമഗ്ര വികസനമാണ് മത്സ്യസമൃദ്ധിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, 1.5 ലക്ഷം ടണ്ണിൽ നിന്ന് ഉത്പാദനം 2 ലക്ഷം ടണ്ണായി ഉയർത്തുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം. ഏകദേശം 750 പഞ്ചായത്തുകളിൽ ആ പദ്ധതി നടപ്പായിട്ടുണ്ട്. അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ടി.എം. പ്രതാപൻ എം.എൽ.എ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, ടി.എം. നിസാബ്, ഇ.പി. ജനാർദ്ദനൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗണപ്രസാദ് എന്നിവരും പങ്കെടുത്തു. കട്ല, രോഹു, മൃഗാൽ, നെട്ടർ എന്നീ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തത്. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ആസ്ഥാന മന്ദിരമായ സീതി സാഹിബ് സ്മാരക കേന്ദ്രത്തിന് ശിലാസ്ഥാപനം ഈ മാസം 11-ന് മതിലകത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനായ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ സീതി സാഹിബ് സ്മാരക കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ്. അതിൻ്റെ പൊതുസമ്മേളനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യും. ഈ സ്മാരക കേന്ദ്രത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈബ്രറിയും അതുപോലെ തന്നെ CHൻ്റെ പേരിൽ റിലീഫ് സെൻ്ററും, ബാഫക്കി സെൻ്റർ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പഠന കേന്ദ്രവും, ബഹുമാനായ പാണക്കാട് തങ്ങളുടെ പേരിൽ ഒരു റെഫറൻസ് ലൈബ്രറിയുമൊക്കെ ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ PV അബ്ദുൽ വഹാബ്, TM സലീം, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് CH റഷീദ്, ജനറൽ സെക്രട്ടറി P കമറുദ്ദീൻ, പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി CP ബാബ ഹാജി, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PB താജുദ്ദീൻ, SK ഹാഷിം തങ്ങൾ, KK അഫ്സൽ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പനമ്പിക്കുന്ന് സെൻട്രൽ LP സ്കൂളിന്റെ വാർഷികാഘോഷം പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുനിത വിക്രമൻ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് K മോഹൻദാസ്, മാതൃസംഗമം പ്രസിഡന്റ് ഷാമില, പ്രധാനാധ്യാപിക വാസന്തി എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യ കൃഷി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, മത്സ്യമേഖലയുടെ സമഗ്ര വികസനമാണ് മത്സ്യസമൃദ്ധിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, 1.5 ലക്ഷം ടണ്ണിൽ നിന്ന് ഉത്പാദനം 2 ലക്ഷം ടണ്ണായി ഉയർത്തുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം. ഏകദേശം 750 പഞ്ചായത്തുകളിൽ ആ പദ്ധതി നടപ്പായിട്ടുണ്ട്. അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ടി.എം. പ്രതാപൻ എം.എൽ.എ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, TM നിസാബ്, ഇ.പി. ജനാർദ്ദനൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗണപ്രസാദ് എന്നിവരും പങ്കെടുത്തു. കട്ല, രോഹു, മൃഗാൽ, നെട്ടർ എന്നീ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തത്. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ആസ്ഥാന മന്ദിരമായ സീതി സാഹിബ് സ്മാരക കേന്ദ്രത്തിന് ശിലാസ്ഥാപനം ഈ മാസം 11-ന് മതിലകത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനായ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സീതി സാഹിബ് സ്മാരക കേന്ദ്രത്തിൻ്റെ
ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ്. അതിൻ്റെ പൊതുസമ്മേളനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യും. ഈ സ്മാരക കേന്ദ്രത്തിൽ എക്സൽ കോളേജിന്റെ വാർഷികാഘോഷം സിനിമാ സീരിയൽ താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കും അതിനുള്ള അവസരങ്ങൾ വളർന്നു വരുവാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളിലൂടെയാണ് എല്ലാവരും വളർന്നു വരുന്നത്. നല്ലപോലെ പ്രോത്സാഹിക്കുക എല്ലാവരും. പിന്നെ കുങ്കുമപ്പൂവിനെ കുറിച്ച് കുറച്ച് പറയാനില്ല. ചെറിയൊരു താല്പര്യം എന്തെന്ന് തോന്നുന്നു എല്ലാവർക്കും. എനിക്ക് ഇവിടെ പെൺകുട്ടികളോട് ചോദ്യം, ഈ ജയന്തി ചെയ്യുന്നത് ശരിയാണ്? എന്നെ പോലെ ഒരു പാവം ഭർത്താവിനെ വിട്ട് എനിക്ക് പണ്ടെങ്ങോ ഉണ്ടായിരുന്നു കാണുന്നതിന് മോളെ പിന്നാലെ ഓടിയാട്ടെ ശരിയല്ല? അപ്പോ നിങ്ങളെല്ലാം കാണുന്നത് മനസ്സിലായി. നിങ്ങളൊക്കെ തരുന്ന സ്നേഹം പ്രോത്സാഹനമാണ് ഞങ്ങളെ വളർത്തുന്നതും വലുതാക്കുന്നതൊക്കെ. കോളേജ് ഡയറക്ടർ TS നജീബ് അധ്യക്ഷനായിരുന്നു. ഷിനാബ്, ഷമീർ, സജന, സ്മൃതി എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. ചന്ദ്രാപ്പൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. മലയാളി വിദ്യാഭ്യാസം കൊണ്ട് മുന്നേറിയ ഒരു ജനസമൂഹമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് മലയാളി സമൂഹം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അഖിലേന്ത്യാ പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ പിറകിലേക്ക് പോയതിൻ്റെ ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനവ വിഭവശേഷി കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ വിദേശത്ത് പോയി ഒരുപാട് പണം സമ്പാദിച്ച് ആ പണമെല്ലാം തന്നെ നമ്മുടെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും പണമൊടുക്കി കോഴ കൊടുത്ത് സീറ്റ് വാങ്ങി കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചാണോ എന്ന് പോലും ശ്രദ്ധിക്കാതെ പലരെയും നിർബന്ധമായും ഡോക്ടറും എഞ്ചിനീയറും ആക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും സ്വാഭാവികമായും ഇതിനൊന്നും തന്നെ പ്രാപ്തരല്ല എന്ന് ബോധ്യപ്പെടുന്നത്. നമ്മുടെ സോമ ചേട്ടനോട് ഇരിക്കുന്നുണ്ട്. കേവലം 210 മാർക്ക് വാങ്ങി SSLC പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ വല്ലിക വാസു, പ്രധാനാധ്യാപിക VC സുമ, KK സുമതി, TK ഗോപിനാഥൻ, ഗിരീഷ് മാസ്റ്റർ, PK മജീദ് മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കയ്പമംഗലം ഈസ്റ്റ് NSS കരയോഗം കുടുംബമേള ഞായറാഴ്ച നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ മേള ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് K സുധാകരൻ നായർ അധ്യക്ഷനാകും. ഹരിദാസ് അന്നവനട മുഖ്യപ്രഭാഷണം നടത്തും. ഫോട്ടോ അനാച്ഛാദനം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം, ചികിത്സാ ധനസഹായ വിതരണം, വിവിധ കലാപരിപാടികളും എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. കയ്പമംഗലം ചളിങ്ങാട് സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തിയ സ്ഥലത്തേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. നേരത്തെ നടത്തിയ സമരത്തെ തുടർന്ന് നിർത്തിവയ്പ്പിച്ച നികത്തൽ പോലീസ് മുന്നറിയിപ്പ് മറികടന്ന് വീണ്ടും തുറന്നതോടെയാണ് മാർച്ച് നടത്തിയത്. പാവപ്പെട്ട ജനങ്ങളെയാകെ പ്രളയത്തിലേക്ക് തള്ളിവിടും. തണ്ണീർച്ചാല് നികത്താമെന്ന് വ്യാമോഹിച്ച പുരുഷകളെ
വ്യാമോഹിച്ച പുരുഷകളെ ഇല്ല ഇല്ല മാപ്പു തരില്ല ഇല്ല ഇല്ല മാപ്പു തരില്ല ഇല്ല ഇല്ല മാപ്പു തരില്ല ഇല്ല ഇല്ല മാപ്പു തരില്ല ഡിവൈഎഫ്ഐ മാപ്പു തരില്ല. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PA സഗീർ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങളെയാകെ ദുരിതത്തിലാക്കുന്ന, ജനങ്ങളെയാകെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഈ പ്രദേശത്തെ ഒരു വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. ഇത്തരത്തിൽ ഉള്ള ഭൂമാഫിയകൾ, മറ്റ് മാഫിയകൾക്കൊക്കെ എതിരായിട്ട് ഈ കേരളത്തിനകത്ത് സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ സംഘടനകളും പുരോഗമന പ്രസ്ഥാനങ്ങളുമൊക്കെ നിരന്തരമായിട്ട് സമരത്തിലാണ്. PC മനോജ്, EG വിശ്വനാഥൻ, KC ശേഖരൻ, PA അബൂബക്കർ, PA മുഹമ്മദ്, PA ഷജീർ, മോഹൻദാസ്, PH ഷമീർ എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും പ്രധാന വാർത്തകൾ. വിവേചനത്തിനെതിരെ ജനാധിപത്യ പോരാട്ടം എന്ന മുദ്രാവാക്യവുമായി പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രവർത്തകർ MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന വള്ളം തിരമാലയിടിച്ച് തകർന്ന മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. മത്സ്യസമിതി പദ്ധതി പ്രകാരം പെരിഞ്ഞനം തൊറ്റംകുളത്തിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.